ഇവിടെ വെച്ചോ. എന്റെ കൂട്ടാൻ എന്നെ തിന്നോ ഇവിടെ ഇരുന്നാ? ചേച്ചി മീൻ വറുത്തൊന്നില്ലേ? ഇല്ല. എന്താ ബാമേച്ചിയുടെ മുഖത്തിന്റെ വാട്ടം? ഒന്നുമില്ല. ഊണ് കഴിച്ചില്ലേ? ഓ, നിനക്കെങ്കിലും തോന്നിയില്ല ചോദിക്കാൻ. ഇവിടെ ചില ആളുകൾക്ക് ഇപ്പൊ ഞാനിവിടെ ഉണ്ടെന്നുള്ള ചിന്തയേ ഇല്ല. അതാർക്കടപ്പാ? ആ കുട്ടി വന്നതിന് ശേഷം നിനക്കുണ്ട് മാറ്റം. എനിക്ക് എന്ത് മാറ്റം ചേച്ചി? ആ കുട്ടി എന്റെ ആരാ? ആ കുട്ടി മഹിയേട്ടന്റെ ആരാ? പിന്നെ എന്തിനാ മഹിയേട്ടൻ? ചില നേരത്ത് മഹിയേട്ടനോട് ആ കുട്ടി ഇടപെടുന്ന രീതി കാണുമ്പോ അല്പം ഓവറല്ലേന്ന് എനിക്കും തോന്നണുണ്ട്. തോന്നണുണ്ടല്ലോ, നിനക്ക് വരെ തോന്നിയില്ലേ? പക്ഷെ മഹിയേട്ടൻ ആള് ഡീസന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇല്ല, ഉള്ളത് കൂട്ടി കഴിച്ചാ മതി. അല്ല, മഹിയേട്ടൻ പണ്ട് ഡീസന്റ് ആയിരുന്നു. അങ്ങനെ എപ്പോഴും ഡീസന്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ. അല്ലെ പിന്നെ ആ കുട്ടി സാന്ദ്രം കാണിച്ചു വരുന്ന മഹിയേട്ടൻ വെറുതെ നിന്ന് നടക്കണത്. ഒരു മീൻ വറുത്താ ബാമേച്ചി? ഇവിടെ വല്ലപ്പോഴുള്ള മീൻ വറുക്കുള്ളൂ. കമലമ്മേ, ലക്ഷ്മണൻ ഒരു മീൻ വറുത്ത് കൊടുക്കൂ. അതന്നെ ഞാനും പറയണേ. മഹിയേട്ടൻ എന്തിനു നിന്ന് കൊടുക്കണേ? ഇപ്പോഴത്തെ കാലമാണ്. ചീത്തപ്പേരുണ്ടാവാൻ അധികം നേരമൊന്നും വേണ്ട. ചേച്ചേ, അത് ബാമേച്ചി പറയരുത്. ആ കുട്ടി ആ ടൈപ്പൊന്നല്ല. ഒരു ആരോരില്ലാത്തൊരു അനാഥ കുട്ടി. അത് ഇവിടെ ഒരു കോഴിക്കുഞ്ഞിന്റെ പോലെ ഓടി ചാടി നടക്കാണ്. നമുക്കൊരു രസല്ലേ അല്ലേ കമലെടുത്തി? നീ ആ മീൻ വറുത്ത് അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്. മീൻ വറുത്ത് ഇല്ലാതെ ചോറ് ഇറങ്ങില്ലെങ്കിൽ ഇറങ്ങണ്ട. അല്ല, പറയുമ്പോ എല്ലാം പറയണല്ലോ. ആ കുട്ടി ഓടുമ്പോ തന്നെ മഹിയേട്ട അതിന്റെ പുറകെ ഓടണത്. ഇവിടെ ബാമേച്ചി ഓടി നടക്കണ്ടല്ലോ. ബാമേച്ചിട്ട് പുറകെ ഓടേണ്ട കാര്യമില്ലല്ലോ മഹിയേട്ടന്. സ്നേഹത്തോടുള്ളൊരു നോട്ടം, ഊണി കഴിച്ചോ എന്നൊരു ചോദ്യം, അതൊക്കെ ആഗ്രഹിക്കണ്ടാവില്ലേ ബാമേച്ചി? എന്തെന്തു മോഹങ്ങളായിരുന്നു, എത്ര കിനാക്കളായിരുന്നു. അതൊക്കെ തല്ലി കൊഴിച്ചിട്ട് എങ്ങനെ എത്ര കണ്ണി ചോരില്ലാണ്ടായി പോയി മഹേട്ടന്. കമലെടുത്തി മീൻ വറുത്ത് എടുത്തോളൂ. നീ ഇപ്പൊ അങ്ങനെ മഹേട്ടനെ കുറ്റം പറയണ്ട. ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വെച്ച് അങ്ങനെ എന്തെങ്കിലും മഹേട്ടന്റെ ഭാഗത്തുനിന്നുണ്ടായ ഞാൻ സഹിച്ചോളാം. കമലെടുത്തി മീൻ വറുത്ത് വേണ്ട. പോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെ ഈ വീട്. ഒരു മീൻ വറുത്തുവാണെങ്കിൽ ആരൊക്കെ റെക്കമെൻഡേഷൻ വേണം? വറുത്തില്ലാണ്ട് തിന്നാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കുമ്പളങ്ങ എന്റെ അച്ഛൻ തിന്നു. എന്താ കുട്ടിയെ ഇതിനെ ഞെട്ടിയത്? ഒന്നുമില്ല. എന്താ കള്ളം കാണിക്കണ പോലെ ഉണ്ടല്ലോ. എന്താ അത്? ഒന്നുമില്ല ചേച്ചി. ഇങ്ങോട്ട് തരൂ. വേണ്ട, ആ ചേച്ചി കാണണ്ട. എന്താ കണ്ടാല്? ലവ് ലെറ്റർ ഒന്നും അല്ലല്ലോ. നോക്കട്ടെ. അല്ല, ചേച്ചി കണ്ട ശരിയാവില്ല. നോക്കട്ടെ കുട്ടിയെ. അത് പിന്നെ പ്രിയപ്പെട്ട മഹിയേട്ടൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം മഹിയേട്ടനോട് പറയാൻ വേണ്ടിയാ ഞാൻ ഈ കത്തെഴുതുന്നത്. കുറെ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായാലോ? പറയാൻ വേണ്ടി മഹിയേട്ടന്റെ അടുത്ത് വരുമ്പോഴൊക്കെ എന്റെ കയ്യും കാലും വിറയ്ക്കുന്നു. എന്നെ കളിയാക്കിയാലോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാലോ? അതുകൊണ്ടാ ഒടുക്ക് എഴുതി തരാന്ന് വെച്ചത്. ബാക്കി കൂടെ എഴുതു വേഗം, എന്നിട്ട് കൊടുക്ക്. ചേച്ചി, ഞാൻ വന്ന് കേറിപ്പോ പോലെ ഞാൻ കരുതിയതാ ഇതെങ്ങനെ അവസാനിക്കുന്നു. കാണിച്ചു തരാൻ ഞാൻ. എന്താടി, എന്തിനാ നീ ഇവിടെ അടിച്ചത്? ചോദിച്ചിട്ടില്ല എന്തിനാ അടിച്ചതെന്ന്. കുറച്ച് കൂടെ നിന്റെ അഹങ്കാരം. എനിക്ക് തൃപ്തിയായി. ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഓഹോ, ഇനിയിപ്പോ ഇതും കൂടി ഉണ്ടോ? പിണങ്ങി പോക്ക്. ഞാനിനി ഇവിടെ നിൽക്കണോ? രണ്ടുപേരുടെ ആവശ്യമുണ്ടോ ഇവിടെ? നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായി ഇവിടെ? ഇത്രയും കാലം സംശയം ഉണ്ടായിരുന്നല്ലോ എനിക്ക്. അത് ശരിയായി. എന്ത് ശരിയായെന്ന്? എടി, നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാനും ലക്ഷ്മണനും വെറുതെ ഓരോ തമാശ കാണിച്ചൊന്നല്ലാണ്ട് അവളെ നിന്നെയും എനിക്ക് മാറിപ്പോന്ന് കരുതണ്ടോ നീ? മഹിയേട്ടന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. അതെന്തായാലും ആ കുട്ടിയുടെ ഉള്ളിലുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ട്. മഹിയേട്ടന് തരാൻ. ഇപ്പൊ ബോധ്യല്ലേ? അനാഥ കുട്ടിയാണ്, പാവാണെന്നൊക്കെയുള്ള സഹതാപല്ലേ? ആ പാവക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്ക് മഹിയേട്ട. ഞാനൊരു ശല്യമായിട്ട് നിൽക്കണില്ല ഇവിടെ. ഇത്രയും കാലം ആശിച്ചതൊക്കെ വെറുതെ ആണെന്ന് കരുതിക്കൊള്ളാം ഞാൻ. മുത്തശ്ശിക്കും മുത്തശ്ശനും എന്നോട് വിഷമം തോന്നരുത്. ഞാൻ പോവാ. നീ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്റെ സ്ഥാനത്ത് നിന്ന് ആ കുട്ടി നോക്കിക്കോളൂ.
അല്ല ഇതെന്താ കഥ? ഞാൻ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. എന്തു പറ്റി ബാഗൊക്കെ ആയിട്ട്? എന്താ കുട്ടി നീ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല. അവിടെ എന്തെങ്കിലും വഴക്കോ കൂട്ടോ ഉണ്ടാക്കിയോ? ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാ. അച്ഛൻ പോയിട്ട് വന്നോളൂ. ഞാൻ നാണിയമ്മയും കുട്ടികളെയും വിളിച്ച് കിടത്തിക്കോളാം. മഹിയോട് പിണങ്ങി അല്ലേ? എനിക്ക് തോന്നി ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല രണ്ടിന്. നിന്നെ ഓരോന്ന് പറഞ്ഞ് ശുണ്ടി പിടിപ്പിക്കാൻ അവനും, അത് കേട്ട് തുള്ളൻ നീയും. ബാ ഞാൻ കൊണ്ടാക്കാം. ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഞാൻ ഇനി പോണില്ല അങ്ങോട്ട്. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ മഹേട്ടിന് ഇങ്ങനെയൊന്നും കാട്ടില്ല. മഹേട്ടിന് പെണ്ണെക്കാളും പ്രിയം ആ പെണ്ണോടാ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഞാനെന്തിനാ അവിടെ നിൽക്കണേ? അച്ഛനെ താക്കോലും കിട്ടുന്നേ. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം അച്ഛൻ്റെ കൂടെ കോയമ്പത്തൂർക്ക്. ആ അതാലോചിക്കാം. ഏതായാലും നീ പോയി ആ ബാഗ് എടുത്ത് അകത്ത് വയ്ക്കും. എന്നിട്ട് അച്ഛന് നല്ലൊരു ചായ ഉണ്ടാക്കി താ. തേയിലയും പഞ്ചസാരയും അടുക്കളയിൽ കാണും. ഇനി ഏതായാലും മഹി ഇങ്ങോട്ട് വന്നിട്ട് പോകാം. ഇങ്ങോട്ട് വരട്ടെ. ഉമ്മറത്തെ കേട്ടില്ലേ ഞാൻ. ഇത് എന്റെ വീടാ. എനിക്കുണ്ട് അല്പം അഭിമാനം. ആ ചെല്ല്. എന്നാലും ആ കുട്ടി അതിനെന്താടാ അങ്ങനെയൊക്കെ തോന്നാൻ? ഞാൻ ആ രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല അതിനോട്. എന്റെ മഹേട്ടാ, ഈ പെണ്ണുങ്ങളെ മനസ്സെന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരെ പോലെയാ. എപ്പ വേണേലും എങ്ങോട്ട് വേണേലും കാല് മാറാം. ഒക്കത്തിനും കാരണം നീയാ. ആവശ്യമില്ലാത്ത കെണിയൊക്കെ ആ ഭാമയെ പറഞ്ഞു പിടിപ്പിച്ച് അതറിഞ്ഞ് ആ കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ആഹാ, മൂപ്പിലമ്മയ്ക്ക് കുശുമ്പ് കാരണം കാണാൻ നല്ല രസാണ്, നമുക്കൊന്ന് മൂപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയാൻ ഇപ്പൊ എല്ലാം കൂടി എന്റെ തലയിൽ മറക്കില്ലേ? ആകെ ചളവായി. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്ത് കരുതിയിട്ടുണ്ടാവുമോ? എങ്കിലും അവൾക്ക് എന്നെ മനസ്സിലായില്ലോടാ. എടാ, ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ അവള്. കുട്ടിക്കാലം തൊട്ട് അറിയണതല്ലേ എന്നെ. എനിക്ക് അവളോട് സ്നേഹമില്ലെന്ന് കരുതണ്ടോ നീ? പിന്നെ അത് പ്രകടിപ്പിക്കുന്നത് വെറുതെ ചുണ്ടി പിടിപ്പിച്ചും പോത്തേന്ന് വിളിച്ചാണെന്ന് മാത്രം. എനിക്കങ്ങനെ പറ്റൂ. മഹേട്ടൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോഴത്തെ ചൂടൊന്ന് ഇറങ്ങിയാ ബാമേച്ചി തിരിച്ചു വരും. ഓന്തോടി എവിടെ വരെ ഓടും ചേട്ടാ, വേലി വരെ. മഹേട്ടനെ കാണാതെ ബാമേച്ചിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഈ ടെൻഷൻ അവിടെയും കാണില്ലേ? ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ. ഇനി ഞാനിവിടെ നിൽക്കണില്ല. ഓഹോ, ഈയാക്കും പോണോ? എങ്ങോട്ട് പോണേ രാത്രിയില്? നേരം വെളുത്തിട്ട്. എങ്ങോട്ട്? എനിക്കറിയില്ല. ഞാൻ കാരണമല്ലേ ചേച്ചി പോയത്. ഒക്കെ എന്റെ ബുദ്ധിയില്ലായ്മയാ. നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു മഹേട്ടനോട്. പറയണമെന്ന് വിചാരിച്ചതാ, പേടിച്ചിട്ടാ. ബാമേച്ചി തെറ്റിദ്ധരിച്ചതുപോലെ ഒന്നുമില്ല. മഹേട്ടിനെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ വിചാരിച്ച ഒരു ദൈവം പൊറുക്കൂല എന്നോട്. പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ എഴുതിയത്? ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ഞാനിന്ന് ലക്ഷ്മണേട്ടന്റെ കൈ തന്നില്ലേ, അതിന് മറുപടി കണ്ടില്ല. കത്ത് അവിടെ കിട്ടിയില്ലെങ്കിൽ എന്നെ പറ്റി വിവരമൊന്നും അറിയാതെ കിച്ചാമണി വിഷമിക്കുന്നുണ്ടാവും. കിച്ചാമണി? അതാരാ? കൃഷ്ണൻ. ഇത്രയും ദിവസം മഹേട്ടനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ കൃഷ്ണനെ പറ്റി പറഞ്ഞില്ല. പിന്നെ തോന്നി ഒക്കെ എഴുതി മഹേട്ടന് കയ്യിൽ തന്നാലോന്ന്. അത് ഇത്രയും പ്രശ്നമാവെന്ന് കരുതിയില്ല ഞാൻ. മോളുടെ ആരായി കൃഷ്ണൻ? കിച്ചാമണി? അത് പറ. ഞങ്ങളുടെ നാട്ടിലുള്ളതാ. വീടിനടുത്ത്. അപ്പൂപ്പന്റെ ഒപ്പം പണ്ട് കടം വായിച്ചിരുന്ന ഗണേശയ്യരുടെ മോനാ. അപ്പൂപ്പന് എനിക്കും വലിയ സഹായിയായിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു അപ്പൂപ്പന്. ഞങ്ങളുടെ കല്യാണം നടന്നു കാണണമെന്ന് അപ്പൂപ്പന് മോഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ കിച്ചാമണി ഇപ്പൊ എവിടെ? ആ സുബ്രഹ്മണ്യം ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാൻ ചെല്ലും കിച്ചന്റെ അടുത്ത്, എന്റെ പേരും പറഞ്ഞ്. സഹിക്കാണ്ടായപ്പോ ഒരു ദിവസം അപ്പൂപ്പനെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാൻ പറഞ്ഞത്. കോയമ്പത്തൂരിൽ ഏതോ മില്ലിൽ ജോലി കിട്ടിയെന്നും പറഞ്ഞ് ഒരു കത്ത് വന്നു. പിന്നെ ഒന്നും അറിയില്ല. ഒരു കൊടുങ്കാറ്റ് അടിച്ചു തീർന്ന പോലെ ഉണ്ടല്ലോ മഹേട്ടാ. നിന്നെ ഞാനിപ്പോ എന്താ വേണ്ടേ? ഒരൊറ്റ വീക്ക് വെച്ച് തന്നുണ്ടല്ലോ, കത്തെഴുത്തും പ്രേമവും. പോയി കിടന്നുറങ്ങ്. പോയിക്കോ.